ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടോപ്പേഴ്സ് റാങ്കിൽ ഈ വർഷം 2024 സിവിൽ സർവീസ് 507 റാങ്ക് കിട്ടിയ അബ്ദുൽ ഫസൽ സാറുമായിട്ടാണ് സംസാരിക്കുന്നത്. UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന IAS IPS ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ടോപ്പേഴ്സ് എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അവരുടെ സ്ട്രാറ്റജി, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ചറിയാം. നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അബ്ദുൽ ഫസൽ സാറിന് നമ്മുടെ ടോപ്പേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക്സ്. ഇപ്പം പല ആളുകളും ഇപ്പം മുമ്പത്തെ ട്രെൻഡ് മാറി, ഇപ്പം വളരെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു അല്ലേ, സാർ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് വന്നത് PG കൂടെയാണെന്ന് പറഞ്ഞു. ഇപ്പം ഡിഗ്രി കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ട്രെൻഡൊക്കെ കാണുന്നുണ്ട്. എത്രത്തോളം യൂസ്ഫുൾ ആണ്, അതിൻ്റെ എന്താണ് സാറേ അഭിപ്രായം അതിനെ കുറിച്ച്? അപ്പം സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് എന്തുകൊണ്ട് നമ്മൾ ഒരുപാട് ഇയേഴ്സ് എടുക്കുന്നില്ല, ഒരുപാട് വർഷങ്ങൾ എടുക്കും എന്നുള്ള ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു 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 എൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ എക്സാമിനെ മനസ്സിലാക്കാൻ നമ്മൾ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ സമയത്ത് ഇതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് ഇതിന് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇയേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ 1 ഗോയിൽ തന്നെ നമുക്ക് പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഗ്രാജുവേഷൻ സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും ഗുണം തന്നെയാണ് നേരത്തെ തുടങ്ങുന്നത്, എന്തുകൊണ്ടും ബെനിഫിറ്റ് ആണ് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഒരു സീരിയസ് പ്രിപ്പറേഷനിലേക്ക് ഡിഗ്രി മുതലേ കിടക്കണോ, അതോ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണോ? നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ കാണുന്നത്. പലപ്പോഴും പിന്നെ ഈ ഒരു സീരിയസ് പ്രിപ്പറേഷനെ അല്ലെങ്കിൽ ഇതിനെ പിന്നീട് ഒരു തുടർച്ച എന്നോണാണ് പിന്നീട് അവർ പ്രിപ്പറേഷനൊക്കെ എടുക്കുന്നത്. അപ്പം 2 സ്റ്റേജും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഗ്രാജുവേഷൻ ലെവൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി മുതൽ തന്നെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്നതാണ് സാർ പറയുന്നത്. ഓക്കെ.